ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ഒരുപാട് പേർക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിരിക്കും. കാരണം ഒരുപാട് പേര് പറയുന്നുണ്ട് അവർക്ക് ഇതുപോലെ ക്രീം വെച്ച് റോസ് ഉണ്ടാക്കാൻ പറ്റുന്നില്ല, പെർഫെക്റ്റായി കിട്ടുന്നില്ല എന്ന്. അപ്പോൾ ഈ ഒരു വീഡിയോയിലെ കൂടി അങ്ങനെയുള്ളവർക്ക് ഒരു ഹെൽപ്പായിരിക്കും. കാരണം ഒന്നും കൂടി എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും, അതുപോലെ അത്യാവശ്യം നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് റോസ് ഉണ്ടാക്കാനും പറ്റും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നമുക്ക് ആദ്യം ക്രീം ഒന്ന് വിപ്പ് ചെയ്തെടുക്കാം. ഞാൻ ഇവിടെ മാക്ടോപ്പിൻ്റെ ക്രീമാണ് എടുക്കുന്നത്. അപ്പോൾ നമുക്കതൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ നല്ല തണുത്ത ക്രീം ഞാൻ ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നല്ല വിപ്പായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബീറ്റർ ഓഫ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ നല്ല സ്റ്റിഫായിട്ട് കിട്ടണം, എന്നാലേ നമ്മൾ റോസ് ചെയ്യുമ്പോൾ നന്നായി കിട്ടുള്ളൂ. പിന്നെ ഇതിന്ന് കുറച്ച് ക്രീം എടുത്ത് കളർ ആഡ് ചെയ്യുന്നുണ്ട്, പിങ്ക് കളറ്. ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. ഇവിടെ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. നമുക്കിത് പൈപ്പിംഗ് ബാഗിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ റോസിൻ്റെ പെറ്റൽ നോസിൽ എടുത്തിട്ടുണ്ട്. ആദ്യം കുറച്ച് പിങ്ക് ക്രീം ഇട്ട് കൊടുത്ത് അതിലേക്ക് ബാക്കി ഞാൻ വൈറ്റ് ക്രീമാണ് ഇട്ട് കൊടുക്കുന്നത്. പെറ്റലിൻ്റെ വീതി കുറഞ്ഞ ഭാഗത്താണ് ഞാൻ റോസ് ക്രീം ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം ഇതുപോലെ കുറച്ച് ക്രീം ഇങ്ങനെ ചെയ്ത് കൊടുക്കാം. അതിൻ്റെ ബേസാണ്. ഇനി നമുക്ക് ഇതുപോലെ ഒന്ന് റൗണ്ടാക്കി എടുക്കാം. അതിൻ്റെ ആ മെലിഞ്ഞ ഭാഗം മേലോട്ടേക്ക് വരണം, തടിച്ച ഭാഗം താഴ്ത്താക്കിയിട്ടാണ് നമ്മൾ റോസ് വരച്ചെടുക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ജസ്റ്റ് ഇതുപോലെ ഒന്ന് മേലോട്ടേക്കാക്കി അതുപോലെ തന്നെ കുറച്ച് താഴോട്ടാക്കി കൊടുക്കാം. വീണ്ടും അതുപോലെ തന്നെ സ്റ്റോപ്പ് ചെയ്യാണ്ട് നമുക്ക് ഇതുപോലെ ഒരു 3 പെറ്റൽ വരച്ചു കൊടുക്കാം. ഇനി അടുത്തത് ഈ ഒരു പെറ്റലിൻ്റെ സെൻട്രലായിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതായത് ഈ ഒരു പെറ്റലിൻ്റെ കറക്റ്റ് നടുവിലായിട്ട് നമുക്ക് അടുത്തത് സ്റ്റാർട്ട് ചെയ്യാം. ഇതിൻ്റെ അപ്പുറത്തതിൻ്റെ ആ ഒരു സെൻറ്റർ ഭാഗത്ത് ഇതുപോലെ ചെയ്ത് കൊടുക്കാം. സ്റ്റോപ്പ് ചെയ്യാണ്ട് നമുക്ക് ഇതുപോലെ ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുക്കാം. അതുപോലെ നമുക്ക് ലെയർ അടുത്ത ഇത് ഒരു 3-4 എണ്ണം ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് വലുതായി വരുന്തോറും നമുക്ക് പെറ്റലിൻ്റെ എണ്ണം കൂട്ടാം. അപ്പോൾ ഞാനിവിടെ ഇപ്പം 4 പെറ്റൽ ചെയ്തിട്ടുണ്ട്. നമുക്കിതുപോലെ നമുക്ക് എത്ര വലിപ്പം വേണോ അത്രയും ചെയ്ത് കൊടുക്കാം. ഞാൻ ഒന്നും കൂടി ചെയ്യുന്നുണ്ട്, കാണിച്ചു തരാം. ഇത് കുറച്ച് ചെറിയ നോസിലാണ്. ജസ്റ്റ് നമുക്ക് ഇതുപോലെ ഫസ്റ്റ് ബേസ് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം നേരത്തെ പറഞ്ഞ പോലെ ആ തിന്നായ ഭാഗം മേൽപോട്ടാക്കിയിട്ട് വേണം ഇതുപോലെ ചെയ്തെടുക്കാൻ. നമുക്കൊന്നും കൂടി ഒന്ന് റൗണ്ട് ചെയ്ത് കൊടുക്കാം. നമുക്ക് നേരത്തെ പോലെ ഒരു 3 പെറ്റൽ ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് ക്രീം ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്ത് ആ നോസിലൊന്ന് മേലോട്ട് പൊന്തിച്ച് കൊടുത്താൽ മതി. നിങ്ങൾക്ക് എത്ര വലുത് വേണോ അത്രയും പെറ്റൽസ് വീണ്ടും വീണ്ടും ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ബാക്കിലോട്ട് വരുന്തോറും പെറ്റൽസിൻ്റെ എണ്ണം കൂട്ടിയാൽ മതി. അവസാനമൊക്കെ വരുമ്പോൾ കുറച്ച് വലിയതായിട്ട് പെറ്റൽ വരച്ചു കൊടുത്താൽ മതി, അപ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക. അപ്പോൾ വീണ്ടും നല്ല റെസിപ്പികളും ഇതുപോലത്തെ വീഡിയോസൊക്കെ ആയിട്ട് വരാം. താങ്ക്